വെൽക്കം ബാക്ക്. അപ്പം 2026 കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇനി ഈ വർഷം 2025 നമ്മൾ വിട്ട് പിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഒരു മാസം കൂടി ഉള്ളത്. ആ ഒരു മാസത്തേക്ക് കയറുന്നതിന് മുമ്പ് 10 ദിവസം കൂടി ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഇന്ന് വീഡിയോ കാണുകയാണെങ്കിൽ 8 ദിവസം തന്നെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ 10 ദിവസം കൂടിയാണ് ഉള്ളത്. ഓക്കെ, 10 ദിവസം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 2026 ഓക്കെ 26 കയറാൻ വേണ്ടി ഡിസംബറിന് നമുക്കൊരു സിസ്റ്റമാറ്റിക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2026 കയറാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. ഓക്കെ, 1-ാം തീയതി തുടങ്ങി, ചിലപ്പോൾ 1-ാം തീയതി നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നില്ല, 2-ാം തീയതി കുറച്ച് കാര്യം നടന്നു, അങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ആ പാറ്റേൺ അങ്ങ് വീഴും. പാറ്റേൺ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ 1-ാം തീയതി തൊട്ട് നമുക്ക് സുഖമായിട്ട് അതങ്ങ് അനുസരിച്ച് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് 30 ദിവസം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 30 ദിവസം ഡിസംബറിലാക്കി ആ ശീലം ഉണ്ടായി കഴിഞ്ഞാൽ ജനുവരി 1 തൊട്ട് നമുക്ക് ആ ശീലം അത് കണക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പം നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ 30 ദിവസത്തിലെ ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 10 ദിവസം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ ഐഡിയ. ക്ലിയർ ആണല്ലോ? ഈ ഐഡിയയിൽ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഇമോജി നിങ്ങളുടെ പിന്നെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് അപ്പനോ ക്രിസ്മസ് ട്രീയോ എന്തെങ്കിലും സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും എത്ര ആൾക്കാർ ഇതിന് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും ഒരു ത്രില്ലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് 10 ദിവസം നോക്കാം. ഈ 10 ദിവസം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാവോ? ഓക്കെ, അത് നോക്കാം. എന്താണ്? വെൽക്കം ടു 10-day പ്ലാൻ. 10 ദിവസത്തെ പ്ലാൻ. 10 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് എനിക്കൊന്ന് നവംബർ 19 നവംബർ 29 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ 10 ഡേ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, 10 ഡേ ഇപ്പം എന്ന് തുടങ്ങിയാലും അന്ന് തൊട്ട് ഒരു 10 ദിവസം. ഓക്കെ, ഡിസംബറിൽ മുമ്പ് ഒരു 10 ദിവസം, ഇന്നോ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 10 ദിവസം. ഈ 10 ദിവസം കൊണ്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെന്നറിയോ? നമ്മളെ PSC എക്സാംസിന് മെയിനായിട്ട് വരുന്നത് എത്ര സബ്ജക്റ്റാണെന്നറിയോ? 10 സബ്ജക്റ്റാണ്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, IT. ഇങ്ങനെ ഒരു 10 സബ്ജക്റ്റാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഏത് എക്സാമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് 10 സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ഡിവൈഡ് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഇനി IT മാറ്റിയിട്ട് എക്കണോമിക്സ് ആണെങ്കിലോ എന്താ രീതിയിൽ വെച്ചാൽ റീഅറേഞ്ച് ചെയ്തിട്ട് 10 സബ്ജക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നാളെ തൊട്ട് നമ്മൾ ഈ 10 സബ്ജക്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പോവുക, ഒരു മാരത്തോൺ നടത്താൻ പോവുക. 10 സബ്ജക്റ്റിന് ഒരു മാരത്തോൺ. ഓക്കെ, നമ്മൾ നാളെ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തൂടെ പോവുക. അന്ന് മൊത്തം നമ്മൾ അത് മാത്രം പഠിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഐഡിയ വർക്കൗട്ട് ആകത്തില്ലേ? നോക്കാം. എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരും. ഇപ്പം ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലീൻ യുവർ റൂം എന്നായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, റൂമെല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് എല്ലാ കട്ടിലൊക്കെ തട്ടിയിട്ട് ഷീറ്റൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ഏരിയയൊക്കെ സെറ്റ് ആക്കിയിട്ടായിരിക്കും. ഓക്കെ, അതിന് അടുത്ത ദിവസം ക്ലീൻ യുവർ ക്ലോത്ത്സ് എന്നായിരിക്കും. അപ്പം നമ്മുടെ തുണികൾ, പഴയ തുണികളൊക്കെ എടുത്ത് മാറ്റി പുതിയ തുണികളൊക്കെ ആക്കി അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാനായിരിക്കും. പിന്നെ അതിനൊക്കെ എൻ്റെ 10 ടാസ്കുകൾ തരും. ഓക്കെ, ടാസ്കുകൾ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഒരു 10 ടാസ്കുകൾ ഞാൻ തരാം. അപ്പോൾ 10 ടാസ്കുകൾ ഞാൻ കൂടെ ചെയ്യുന്നുണ്ട്. ആ 10 ടാസ്കുകൾ നമുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 സബ്ജക്റ്റ് ഒന്ന് ഓടിച്ച് മാരത്തോൺ കണക്കൊന്ന് ഓടി നോക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് സിലബസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കണം. അങ്ങ് അവസാനം വരെ കൂടെ കാണണം. 1-ാം ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം ഇട്ടിട്ട് പോരുത്. 10 ദിവസം കൂടെ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസംബറിൽ നല്ല ഫ്രഷ് ആയിട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ബയോയിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ലിങ്ക് ഫോളോ ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനൽ ത്രൂ ആയിരിക്കും ഞാൻ ഡെയിലി ടാസ്ക് എന്തൊക്കെയാണെന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലാത്തവരാണെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമിൻ്റെ അതിനകത്ത് കയറിയിട്ട് അതിനകത്ത് റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അത് തന്നെയാണ് യൂട്യൂബിനകത്ത് വരുന്നത്. അപ്പോൾ യൂട്യൂബിനകത്ത് ഫോളോ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. എന്താ കമൻറ്റ് ഇടുന്ന ഇമോജീസ് അറിയാമല്ലോ, എന്തെങ്കിലും ഇമോജി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ റെഡി ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കുക. ഇത്രയും പേര് റെഡിയാണ് എന്ന് എനിക്ക് അറിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കൂടും. അതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു ദിവസം തുടങ്ങി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എത്ര, ഒരു 24 മണിക്കൂർ നമുക്ക് മൊത്തം ഉണ്ടെന്ന് വെച്ചോ. നമ്മൾ 24 മണിക്കൂർ 2025 2024 പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അതൊന്ന് ആലോചിച്ച് ഒന്ന് മനസ്സിലിട്ട് ആലോചിച്ച് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇന്നലെ വരെ ഞാൻ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടൈം ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾ ഇനി ടൈം ടേബിൾ പുതിയതായിട്ടൊന്നും സെറ്റ് ചെയ്യേണ്ട. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾക്കൊരു റൊട്ടീൻ കാണുമല്ലോ. എല്ലാവർക്കും ഒരു റൊട്ടീൻ ഉണ്ടല്ലോ. അപ്പം രാവിലെ എണീക്കുന്ന എത്ര മണിക്കാണ്, ഞാൻ ചിലപ്പോൾ ഇന്ന് 6 മണിക്ക് എണീക്കും, ചിലപ്പോൾ ഇന്ന് 4 മണിക്ക് എണീക്കും, ചിലപ്പോൾ 10 മണിക്കാവും, അങ്ങനെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് അത് ഡിപ്പെൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അലമ്പ് ടൈം ടേബിൾ ഉണ്ടായിക്കോ. ഇനി നിങ്ങൾ കുറച്ചും കൂടി ഓർഡർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ടൈം ടേബിൾ യൂസ് ചെയ്യാം. അതല്ല ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് യൂസ് ചെയ്യാം. മൊത്തത്തിൽ അലമ്പായിട്ട് വലിച്ചു വാരി ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈം ടേബിൾ അതേ കണക്കിന് ഓണസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്തായിരുന്നു നിങ്ങൾ ടൈം ടേബിൾ ബിഫോർ ദിസ്, ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ടൈം ടേബിൾ എങ്ങനെയായിരുന്നു. ചിലപ്പോൾ കാണത്തില്ല, ഇന്ന സമയത്തോട് പറയാൻ കാണത്തില്ല. അപ്പോൾ രാവിലെ എന്തൊക്കെ ചെയ്യുന്നു, ഇപ്പം മോർണിംഗ് ആ ചെയ്ത കാര്യങ്ങൾ ഇട്ടാൽ മതി. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ റീൽസ് കാണുമായിരിക്കും. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ പോകുക. നമ്മൾ ഇതൊക്കെ ഇനി മാറ്റാൻ പോവുക, ഇതൊക്കെ കളയാൻ പോവുക, നമ്മൾ വലിച്ചു കയറി ഡസ്റ്റ്ബിൻ ഇടാൻ പോവുക. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓർക്കണമല്ലോ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ രീതിക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന് വേണമെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നും കൂടി ഇങ്ങനെ അടിച്ചു പിടിച്ച് ജീവിച്ചിട്ട് ആശ്മുഷായിട്ട് പോയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ആ സംഭവം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ചുമ്മാ എവിടെയെങ്കിലും കിടക്കുന്ന പേപ്പറിനകത്ത് എഴുതരുത്. നല്ല വൃത്തിയായിട്ട് നല്ലൊരു പേപ്പറിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള സംഭവമാണെന്നുള്ള ഓർമ്മയിൽ നല്ലപോലെ കളറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ഫൺ രീതിയിൽ വേണം ഇമോജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരച്ചൊക്കെ ക്രിയേറ്റീവായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക്. നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ടൈം ടേബിള് ശരിക്കും നിങ്ങൾക്ക് എന്ത് കാണത്തില്ല, ചിലപ്പോൾ ടൈം കറക്റ്റായിട്ട് ഫ്രെയിം ഒന്നും കാണത്തില്ല. ടൈം ഫ്രെയിം ഇത്ര മണി വരെ അങ്ങനെ ഒന്നും കാണത്തില്ല. ജസ്റ്റ് അങ്ങ് എഴുതുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്തൊരു പേപ്പർ എടുത്ത് ഡ്രീം ടൈം ടേബിൾ. എനിക്ക് ശരിക്കും മോർണിംഗിൽ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം, ശരിക്കും പറ്റാത്തതുകൊണ്ടല്ലോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്തൊക്കെയാണ് ആഗ്രഹം എന്നൊരു ഡ്രീം ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതിന് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ടൈം ഫ്രെയിം ഇടേണ്ട. മോർണിംഗിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം, ലഞ്ച് അല്ലെങ്കിൽ ആഫ്റ്റർനൂണിൽ എന്തൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം, അതിനൊക്കെ തന്നെ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്, ആ ഒരു രീതിയിൽ ഒരു 4 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുക. എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ ഒരു ഡ്രീം ടൈം ടേബിളും സെറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മൾ പ്രീവിയസ് ആയിട്ട് ടൈം ടേബിളും ഉണ്ട്, ഡ്രീം ടൈം ടേബിളും ഉണ്ട്. അപ്പോൾ 2 ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ടൈം ഫ്രെയിം വേണ്ട, നമുക്ക് സമയം നോക്കിയിട്ടല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഡ്രീം ടൈം ടേബിളും അതിനൊക്കെ തന്നെ ഡ്രീം ടൈം ടേബിളും അതിനൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു ടൈം ടേബിളും സെറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് ടാസ്ക്. ഇനി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എയിം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനി ബോർഡ് LGS ആണോ നിങ്ങളുടെ പ്രയോറിറ്റി? അങ്ങനെയാണെങ്കിൽ കമ്പനി ബോർഡ് LGS, അല്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം ആണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റ് ആണ്. അങ്ങനെ ഏത് പോസ്റ്റ് ആണ്, ഏത് PSC എക്സാം ആണ് നിങ്ങളുടെ ലക്ഷ്യം. ഇനിയിപ്പോൾ LDC ആണ്, അങ്ങനെ പല ലക്ഷ്യങ്ങൾ കാണത്തില്ലേ. അപ്പോൾ ആ ലക്ഷ്യം നിങ്ങൾ എഴുതുക. ഓക്കെ, ആ ഹെഡിങ് എഴുതുക. അതിൻ്റെ സിലബസിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ, ബിഗിനേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ആ സിലബസ് എടുക്കുക. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന എക്സാമിൻ്റെ സിലബസ് എടുക്കുക. അപ്പോൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി പ്രിലിമിൻ്റെ എക്സാമിൻ്റെ സിലബസ് എടുക്കുക. ജസ്റ്റ് എന്തൊക്കെ ടോപ്പിക് അതിനകത്ത് വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്കുകളുടെ, നമ്മൾ 10 ടോപ്പിക് എന്ന് പറഞ്ഞില്ലേ, ആ 10 ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് എഴുതിയിടുക. ഓക്കെ, 10 ടോപ്പിക് ഹെഡിങ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെ 10 ടോപ്പിക്കായിട്ട് എഴുതിയിടുക. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ആയിരിക്കത്തില്ല, നിങ്ങൾ നോക്കുന്ന വേറെ ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും, അവരായിരിക്കും ചിലപ്പോൾ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷ്യം കാണത്തില്ലേ, അത് നിങ്ങൾ 10 ഡിവൈഡ് ചെയ്തിട്ട് 10 സബ്ജക്റ്റുകൾ. ഓക്കെ, ഇനി വരുന്ന 10 ദിവസം നിങ്ങൾ നോക്കാൻ പോകുന്ന 10 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് എഴുതിയിടുക. ക്ലിയർ ആണല്ലോ? എഴുതിയിട്ടാൽ മാത്രം മതി. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക്. ക്ലിയർ ആണല്ലോ? ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ ഈ 10 ദിവസത്തേക്ക് നോക്കാൻ പോകുന്നത് എന്ന് എഴുതിയിടുക. ക്ലിയർ ആണേ? അടുത്തത് നമ്മുടെ ടാസ്കുകൾ, 10 ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് നമ്മളിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ബുക്കുകൾ വാങ്ങിച്ചു വെക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റൂം ഒന്ന് വൃത്തിയാക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുതിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ കുറച്ച് ചേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണത്തില്ലേ? ആ 10 ടാസ്കുകൾ, നമ്മുടെ ഹാബിറ്റ് ഒന്ന് അനലൈസ് ചെയ്യാനുണ്ട്, നമ്മുടെ ഹാബിറ്റ് മാറ്റാനുണ്ട്. അങ്ങനെ 10 ടാസ്കുകൾ. 10 ടാസ്ക്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചും ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യും. ആദ്യം ഞാൻ കൂടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്.
റൂം ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെന്ന ഒരു ഫീൽ വരും. നമ്മൾ എന്താ തുടങ്ങാൻ പോവാന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ റൂം അറേഞ്ച് ചെയ്യും. എൻ്റെ ഡ്രസ്സ് എല്ലാം കൂടി വാരി വലിച്ചിട്ട് ഒന്നേ ഞാൻ അടുക്കി പറക്കി ഒന്നുകൂടി വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് നമുക്ക് ഒരു ദിവസം ഇത് മൊത്തം ചെയ്തെടുക്കണം. നമുക്ക് കുറേശ്ശെ ചെയ്യാം. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ആണ്. ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന പോലെ എൻ്റെ വീട്ടിലെല്ലായിടത്തും ഞാൻ കുറച്ചുകൂടി ഹാപ്പിലി അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറും. അതൊരു ടാസ്ക്കാണ്. അങ്ങനെ ഒരു 10 ടാസ്ക് നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് എന്താ ചെയ്യണം, സമയം കിട്ടി ഞാൻ ഇതൊക്കെ ചെയ്തേനെന്ന് തോന്നുന്ന ഒരു 10 ടാസ്ക്. ചിലപ്പോൾ ഇന്നൊരു പടം വരയ്ക്കാം എന്നൊരു ടാസ്ക് ആയിരിക്കും, അതൊരു ടാസ്ക്കാണ്. അങ്ങനെ ഒരു 10 ടാസ്ക് നിങ്ങൾ എഴുതണം. ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ടാസ്ക്. ക്ലിയർ ആണല്ലോ? ഇപ്പം ഒരു ദിവസം ഡ്രോയിങ് ആയിരിക്കും, ഒരു ദിവസം ഏതെങ്കിലും പാട്ട് പഠിക്കുന്നതായിരിക്കും, ഒരു ദിവസം പിന്നെ എന്താ നമ്മൾ റൂം ക്ലീൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ദിവസം വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ കുഞ്ഞു 10 ഐറ്റംസ് ടാസ്കുകൾ 10 എഴുതിയിടണം. ഓക്കെ, നമ്മൾ ഡിസംബറിലോട്ട് നമ്മൾ ജനുവരിയിലോട്ട് കയറാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്ന് ആലോചിച്ചാൽ മതി. ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ പുതിയൊരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോവാം, അങ്ങനെ ഒരു ടാസ്ക് ആയിരിക്കും. അങ്ങനെ 10 ടാസ്ക്. ഇന്ന് നടക്കാൻ പോയാൽ നാളെ നടക്കാൻ പോകണമെന്നില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടാസ്കുകൾ 10 ടാസ്ക്. നിങ്ങളുടെ ന്യൂ ഇയറിൽ ത്രൂ ഔട്ട് വേണം, എല്ലാ ദിവസവും വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇത് ന്യൂ ഇയർ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ റെസൊല്യൂഷൻസ് എടുക്കുമല്ലോ നമ്മൾ, അതിൻ്റെ ഭാഗമായിട്ട് ഡയറി റൈറ്റിംഗ് തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ഒരു ദിവസം ഡയറി റൈറ്റിംഗ് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ 10 ദിവസം 10 ടാസ്ക്. എങ്ങനെയുണ്ട് ഐഡിയ? ഓക്കെ, അപ്പം അത് സെറ്റ് ചെയ്യണം. 10 ടാസ്കുകൾ എന്തൊക്കെ വേണോ നിങ്ങൾ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ എന്താ 10 സബ്ജക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലെ 10 ടാസ്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മൾ പ്രീവിയസ് ആയിട്ട് ടൈം ടേബിളുണ്ട്, പുതിയ നമ്മൾ ഡ്രീം ടൈം ടേബിളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി നാളെ തൊട്ട് ഞാൻ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്പോൾ ടെലിഗ്രാമിൽ ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യും, അതിൻ്റെ കൂടെ ടാസ്കും പോസ്റ്റ് ചെയ്യും. ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളമാണ് പോസ്റ്റ് ചെയ്യുന്നത് വെച്ചോ, നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളം കംപ്ലീറ്റ് ആയിട്ട് അന്ന് മാരത്തോൺ കണക്ക് മലയാളം മൊത്തത്തിൽ പഠിക്കണം. ഓക്കെ, മലയാളം മൊത്തം പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് മലയാളത്തിനകത്തുള്ളത്, അതിനകത്ത് ഇൻഡെക്സ് എന്തൊക്കെ വരുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ എനിക്ക് പഠിക്കാനുണ്ടെന്നൊന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് വായിച്ചു പോവുക, വായിച്ചാൽ മാത്രം മതി. അതിനകത്ത് അടുത്ത ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ പഠിച്ചു തീർത്തു, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് നോക്കി പോവുക. മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, അതിനകത്ത് 10 സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ ഈ 10 ദിവസം ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടാസ്ക് നിങ്ങൾ സ്വന്തമായിട്ട് എനിക്ക് അറിയത്തില്ല ചേച്ചി പറഞ്ഞോന്ന് പറയുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ടാസ്ക് ഞാൻ ഇടാം. പോസ്റ്റ് ചെയ്യുന്ന ടാസ്ക് ചിലപ്പോൾ ഇന്ന് ക്ലീനിങ് യുവർ റൂം ആയിരിക്കും, നാളെ ചിലപ്പോൾ ഒരു പടം വരയ്ക്കാനായിരിക്കും, ഡ്രോ എ പിക്ചർ ആയിരിക്കും, കളർ എ പിക്ചർ എന്നൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്തിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ടെലിഗ്രാം ചാനൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിനകത്ത് കാണണം. ഓക്കെ, എന്നിട്ട് മടി വിചാരിക്കുന്നത്, ചമ്മൽ വിചാരിക്കുന്നത് ചെയ്യണം. കാരണം നമുക്ക് എന്തായാലും ക്രിസ്മസും നമ്മൾ അടിപൊളി ആഘോഷം വരാൻ പോവാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചേർന്നിട്ട് അത് കളറാക്കാൻ പോവാം. അതുകൊണ്ട് ഈ 10 ദിവസം ഓരോ ടാസ്ക് ഓരോ ദിവസം ഇടും. ഇന്നൊരു ജോലിയാണെങ്കിൽ നാളെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കഴിവുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പ്രദർശിപ്പിക്കണ്ടേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നമ്മൾ ടാസ്കുകളും കൂടി ആഡ് ചെയ്ത് തരാം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തത്തിൽ ഒന്ന് കളറാക്കി വൈബാക്കിയിട്ട് നമുക്ക് ഇവിടെ ഡിസംബറിലോട്ട് കയറാൻ പറ്റും. റെഡിയാണോ? അല്ല റെഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, അതിനൊക്കെ കമൻറ്റുകൾ ഇഷ്ടംപോലെ കമൻറ്റ് ഇടുക, സജഷൻസ് ഇടുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി ഇതിനകത്ത് ഇങ്ങനെ ചെയ്ത് നോക്ക് ചേച്ചി, അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. എനിക്ക് പേഴ്സണലി അറിയാം, ഇപ്പോൾ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കറിയാം കുറേ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ പറയുക ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുപോകുക നല്ലതായിരിക്കും, അങ്ങനെ പറ. അതുകൊണ്ട് തന്നെ എന്താ ഇമോജീസ് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് സജഷൻ ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഇമോജീസ് ഇടുക. ക്രിസ്മസ് ട്രീയുടെയും ക്രിസ്മസ് അപ്പൂപ്പൻ്റെയും ഒക്കെ ഇമോജീസ് ഇടുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു കളർഫുൾ ആയിട്ടുള്ള ഡിസംബറിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 10 ദിവസം 10 സബ്ജക്റ്റ് 10 ടാസ്ക്. മറന്നു പോരുത്, ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, സബ്സ്ക്രൈബ് വയ്ക്കുക, ടെലിഗ്രാമിനകത്ത് ജോയിൻ ചെയ്യുക, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് മെയിനായിട്ട് എന്താ, നമുക്ക് ജോലി വാങ്ങിക്കണം. 2026 നമ്മുടെ വർഷമാക്കിയിട്ട് നമ്മൾ പഠിക്കും, 2027 നമ്മൾ ജോലി വാങ്ങിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഡ്രീം, അതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ കാണുന്നവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ജോലി വേണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിനകത്തോ ടെലിഗ്രാമിനകത്തോ യൂട്യൂബിനകത്തൊക്കെ ചോദിക്കുക, ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.